മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കരുണ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും മുൻപിൽ കരുണ ജയിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഒരുപാട് അഹങ്കാരത്തോട് കൂടിയിട്ടാണ് കരുണ നിൽക്കുന്നത്. നിങ്ങളൊന്നും സഹകരിച്ചില്ലെങ്കിലും ശരി, മഞ്ജുവിനെ നല്ല രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണൻ്റെ സഹായം ഇല്ലെങ്കിലും ഇനി മുന്നോട്ട് പോകും എന്നുള്ള തരത്തിലാണ് കരുണയുടെ അഹങ്കാരം. അതേപോലെ തന്നെ കരുണ മഹാലക്ഷ്മിയോട് വളരെ മോശമായിട്ടാണ് പെരുമാറുക കേട്ടോ. നീ തന്നെ കണ്ണച്ചാരിങ്ങനെ പറഞ്ഞാലും നീ നിൽക്കേണ്ടതല്ലേ, നീ ഒരു പെണ്ണല്ലേ എന്നെല്ലാം ചോദിച്ചിട്ട് മഹാലക്ഷ്മിയെ കുത്തുവാക്കുകൾ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മേഘനാഥനും മഞ്ജുവും കൂടിയിട്ട് വരികയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് അവർ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ്. എല്ലാവരും കൂടി സംസാരിക്കുന്നത് ഒരേ ഒരു വിഷയമാണ്. കണ്ണൻ കല്യാണത്തിൽ സഹകരിച്ചില്ല, സ്വർണം തന്നില്ല, എന്തായാലും ശരി ഇങ്ങനെ ഇത് വിട്ടാൽ പറ്റില്ല എന്നിങ്ങനെ തീരുമാനിക്കുകയാണ്. മഞ്ജു ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് മഞ്ജു. മേഘനാഥൻ്റെ കള്ളക്കഥകളൊന്നും മഞ്ജു അറിഞ്ഞിട്ടില്ല. എന്തായാലും അറിയാൻ പോകുന്നതേ ഉള്ളൂ മഞ്ജു. ഏതായാലും മഞ്ജുവിൻ്റെ മുൻപിൽ നിന്നും മേഘനാഥനെല്ലാം ഒളിച്ചു വെച്ചിട്ട് നടക്കുകയാണല്ലോ. അത് ഒരുപാടൊന്നും മേഘനാഥനെ കൊണ്ടുപോകാനും പറ്റില്ല. അതേസമയം എല്ലാവരും കൂടി ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണനും മഹാലക്ഷ്മിയും കൂടിയിട്ട് വരികയാണ്, താഴത്തേക്ക് വരികയാണ് കേട്ടോ. അതേസമയം മഞ്ജു ഇങ്ങനെ ചീറി ചോദിക്കുകയാണ്, എന്നാലും ഏട്ടനൊന്നും വന്നില്ലല്ലോ എൻ്റെ കല്യാണത്തിന്, ഞാൻ ഏട്ടനെക്കുറിച്ച് ഇങ്ങനെയല്ല കരുതിയിരുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ കണ്ണൻ പഴയപടി തന്നെ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ഇപ്പോഴും സ്നേഹക്കുറവൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്രയും ചതിയനായ ഒരുത്തിനെ നീ കല്യാണം കഴിക്കുന്നതിന് ഞാൻ നിന്നെ ആശീർവദിക്കാൻ വരില്ല. കാരണം നീ എന്തായാലും അവൻ്റെ കൂടെ നീണാൽ വാഴില്ല, നീ തിരിച്ച് ഇവിടെ തന്നെ വരും, അതെനിക്ക് ഉറപ്പാണ് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ഞാൻ പിന്നീട് ഇപ്പോഴൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എല്ലാവരോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് വരെ ഞാൻ മാത്രമേ ഒപ്പിട്ടാൽ മതിയായിരുന്നു, എന്ത് പേപ്പേഴ്സും പൈസ ചെക്കും അതുപോലെ എല്ലാ കാര്യവും. പക്ഷേ ഇനി അങ്ങനെ പറ്റില്ല. ഇനി എനിക്ക് ഒരാളും കൂടി ഒപ്പിടണം, എങ്കിൽ മാത്രമേ എല്ലാ ഓഫീസിൽ നിന്നും പൈസകൾ കൈമാറാൻ പറ്റുള്ളൂ എന്ന് മേഘനാഥനോട് പറയണം കേട്ടോ. ആ ഒരാൾ ആരാന്നറിയോ? മഹാലക്ഷ്മിയും കൂടി ഒപ്പിട്ടെങ്കിൽ മാത്രമേ ഇനി അവിടുന്ന് എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ എന്ന് മേഘനാഥനോടും എല്ലാവരോടുമായിട്ട് കണ്ണൻ പറയണം കേട്ടോ. അത് കേട്ടതും കരുണയ്ക്ക് സമനില തെറ്റുകയാണ് കേട്ടോ. കരുണയ്ക്ക് അറിഞ്ഞു കഴിഞ്ഞു എല്ലാത്തിൻ്റെയും അവകാശം പതുക്കെ മഹാലക്ഷ്മിക്ക് കൊടുക്കുകയാണെന്ന് കരുണയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. കരുണ അങ്ങനെ നേരെ തിരിച്ച് റൂമിൽ പോയിട്ട് എന്ത് ചെയ്യണം, സമനില തെറ്റിപ്പോയി കരുണയ്ക്ക്. കരുണ കിടക്കയും തലയാണയും എല്ലാം എടുത്ത് പിച്ചി ചീന്തി എറിയണം. ഇനി ഞാനിരുന്നിട്ട് എന്ത് കാര്യം, അവളുടെ മുൻപിൽ ഞാൻ വളരെയധികം തോറ്റുപോയി എന്നിങ്ങനെ കരുണ മനസ്സിലിങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഒരു ബഹളം നടത്തുകയാണ് കേട്ടോ കരുണ. അതേസമയം മേഘനാഥൻ അങ്ങനെ വാമദേവനോട് പോയിട്ട് കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് അച്ഛ നടന്നിരിക്കുന്നത് എന്നിങ്ങനെ കാര്യങ്ങൾ പറയുകയാണ്. അത് കേൾക്കാത്ത താമസം പ്രതാപനെ വിളിച്ചു വരുത്തുകയാണ്. പ്രതാപൻ വിളിച്ചു വരുത്തിയിട്ട് പറയുകയാണ്, ഇനി മേലിൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, അധികാര കൈമാറ്റം നടത്തുകയാണ് അവൻ. അതിൻ്റെ സ്റ്റെപ്പാണ് ഇത്. ഓരോ സ്റ്റെപ്പായിട്ട് അവൻ കംപ്ലീറ്റും മഹാലക്ഷ്മിയുടെ കയ്യിൽ കൊടുക്കും. അതുകൊണ്ട് ഇനി വെച്ച് താമസിപ്പിക്കരുത്. ഇനി എന്തായാലും രണ്ടിലൊരാളെ എന്തായാലും ഞാൻ തീർത്തോളാം. എന്തായാലും ശരി മേഘനാഥനും നിങ്ങൾ രണ്ടുപേരും വരണ്ട, ആ കാര്യം എന്നെ വിട്ടേക്ക്, ഞാൻ ആ കാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് പ്രതാപം അവരോട് പറഞ്ഞ് ദേഷ്യത്തോടു കൂടിയിട്ട് പ്രതാപൻ എന്തായാലും ശരി കണ്ണനെ കൊല്ലണം എന്നുള്ള പുറപ്പാടിൽ പോകണം. എന്തായാലും കണ്ണനെ കൊല്ലാൻ എന്തായാലും പറ്റില്ല. ഒരുപാട് തവണ കണ്ണനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് തോറ്റുപോയവരാണ്. എന്തായാലും ഇപ്രാവശ്യം എന്തായാലും കണ്ണനെ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് അവർ പ്രതാപൻ വാമദേവനോടും മേഘനാഥനോടും യാത്ര പറഞ്ഞ് വന്നേക്കുന്നത്.